ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ആണ്. സോ ഡി എസ് പിക്കകത്ത് നമ്മൾ DFT ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് 4 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ലീനിയാരിറ്റി, അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, സർക്കുലർ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ സർക്കുലർ ഷിഫ്റ്റ് ഓഫ് എ സീക്വൻസ്, ദെൻ പീരിയോഡിസിറ്റി. ഇങ്ങനെ 4 പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്കതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്കതിൻ്റെ 5th പ്രോപ്പർട്ടി നോക്കാം. ദാറ്റ് ഈസ് ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി. ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി ഓഫ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം. സോ ഈ പ്രോപ്പർട്ടി പറയുന്നത് ഇഫ് എക്സ് ഓഫ് എൻ DFT എക്സ് ഓഫ് കെ, എക്സ് ഓഫ് എന്നിൻ്റെ DFT എന്ന് പറയുന്നത് എക്സ് ഓഫ് കെ ആണെങ്കിൽ ദെൻ DFT ഓഫ് എക്സ് ഓഫ് മൈനസ് എൻ മോഡ്യൂൾ എൻ ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് കെ. സോ എക്സ് ഓഫ് മൈനസ് എൻ അത് ഫ്രീക്വൻസി ഡൊമൈനിൽ വരുമ്പോൾ അത് എക്സ് ഓഫ് മൈനസ് കെ ആയിട്ട്, അപ്പം ടൈം റിവേഴ്സൽ ഇൻ ടൈം ഡൊമൈൻ ഈസ് ഈക്വൽ ടു ടൈം റിവേഴ്സൽ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ. ആ ഒരു രീതിയിലാണ് നമുക്ക് ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി പറയുന്നത്. സോ ഇതാണ് 5th പ്രോപ്പർട്ടി. ഇപ്പം നമ്മൾ നേരത്തെ നമ്മൾ 1, 2, 3, 4 പ്രോപ്പർട്ടീസ് പഠിച്ചു. അതായത് ഫസ്റ്റ് വൺ പീരിയോഡിസിറ്റി ആയിരുന്നു, പീരിയോഡിക് പ്രോപ്പർട്ടി. പീരിയോഡിക് പ്രോപ്പർട്ടി എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. എക്സ് ഓഫ് കെ പ്ലസ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് കെ ആണ്. എക്സ് ഓഫ് കെ, എക്സ് ഓഫ് എൻ പ്ലസ് എൻ ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ ആണെങ്കിൽ എക്സ് ഓഫ് എൻ പീരിയോഡിക് ആണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി ഡൊമൈനിലുള്ള വാല്യൂവും പീരിയോഡിക് ആണ്. അതാണ് നമ്മൾ പീരിയോഡിസിറ്റി പ്രോപ്പർട്ടി പഠിച്ചത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലീനിയാരിറ്റി പഠിച്ചു, ലീനിയാരിറ്റി പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 2 ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസസ് വെച്ചിട്ടാണ്. AX1 ഓഫ് എൻ പ്ലസ് BX2 ഓഫ് എൻ. X1 ഓഫ് എന്നിൻ്റെയും X2 ഓഫ് എന്നിൻ്റെയും DFT വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് പറയാം A ഇൻറ്റു X1 ഓഫ് കെ പ്ലസ് B ഇൻറ്റു X2 ഓഫ് കെ. ഇതായിരിക്കും ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ദെൻ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച 3ാമത്തെ പ്രോപ്പർട്ടിയാണ് സർക്കുലർ ഷിഫ്റ്റ് ഓഫ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. സർക്കുലർ ഷിഫ്റ്റ് ഓഫ് എ സീക്വൻസ്, സർക്കുലർ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് എ സീക്വൻസ്. സോ ഇത് പറയുന്നത് എന്താണ്? സർക്കുലർ ഷിഫ്റ്റ് ഓഫ് ആൻ എൻ പോയിന്റ് സീക്വൻസ് ഈസ് ഈക്വലൻ ടു ലീനിയർ ഷിഫ്റ്റ്. സർക്കുലർ ഷിഫ്റ്റ് ഓഫ് ആൻ എൻ പോയിന്റ് സീക്വൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ലീനിയർ ഷിഫ്റ്റിന് ഈക്വൽ ആണ്. ലീനിയർ ഷിഫ്റ്റ് ഓഫ് ദ പീരിയോഡിക് എക്സ്റ്റൻഷൻ. ആ പ്രോപ്പർട്ടിയാണ് സർക്കുലർ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത്. ദെൻ നമ്മൾ 4th പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചത് സർക്കുലർ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. സോ സർക്കുലർ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് അത് കഴിഞ്ഞിട്ട് പഠിച്ചത്. സോ അതെന്ന് പറയുന്നത് എക്സ് ഓഫ് എൻ മൈനസ് എൽ മോഡ്യൂൾ ഓഫ് എൻ ഈക്വൽ ടു ഇതിൻ്റെ DFT എന്ന് പറയുന്നത് e റേസ് ടു മൈനസ് j2 പൈ ബൈ n ഇൻറ്റു കെ എൽ എക്സ് ഓഫ് കെ. സോ നമ്മൾ DFT കണ്ടുപിടിക്കുമ്പോൾ ആ ഒരു എക്സ്പോണൻഷ്യൽ മൾട്ടിപ്ലിക്കേഷൻ ടേം ഇതാണ്. സോ അതിനകത്ത് എന്നിന് പകരം L വെച്ച് റീപ്ലേസ് ചെയ്താൽ നമുക്ക് ആ ഒരു സർക്കുലർ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ദെൻ അത് കഴിഞ്ഞിട്ട് പഠിക്കാനുള്ള പ്രോപ്പർട്ടിയാണ് ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി. ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി ഇതാണ് പറയുന്നത്. സോ നമുക്ക് 6th പ്രോപ്പർട്ടിയിലേക്ക് പോവാം. 6th പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സർക്കുലർ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. സോ സർക്കുലർ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഇതാണ്. ഇഫ് എക്സ് ഓഫ് എൻ എക്സ് ഓഫ് കെ, ദെൻ നമ്മൾ നേരത്തെ ടൈം ഷിഫ്റ്റിംഗ് പഠിച്ചു, ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് ആണ്. ടൈം ഷിഫ്റ്റിങ്ങിൽ നമ്മൾ കണ്ടതാണ്, ഇതാണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. സോ ദിസ് ഈസ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയിൽ നമ്മൾ e റേസ് ടു മൈനസ് j2 പൈ ബൈ n കെ എൽ എന്നൊരു ടേം കൊണ്ട് നമ്മൾ എക്സ് ഓഫ് കെയെ മൾട്ടിപ്ലൈ ചെയ്തു. ഈ ടേം എന്ന് പറയുന്നത് നമ്മൾ DFT ഇക്വേഷനകത്ത് നമ്മൾ എക്സ് ഓഫ് എന്നിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ ഒരു ട്യൂഡിൽ ഫാക്ടർ ടേം ആണിത്. സോ ഈ ഒരു ടേം നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുമ്പോൾ നമ്മൾ
ചെയ്യുന്നത് എക്സ് ഓഫ് എന്നിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ എക്സ് ഓഫ് എൻ സീക്വൻസിൻ്റെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും ആ എക്സ്പോണൻഷ്യൽ ടേം, ദാറ്റ് ഈസ് e⁻j2π/n ഇൻറ്റു എൽ എൻ. ഇവിടെ നമ്മൾ കെയ്ക്ക് പകരമാണ് എല്ല് കൊടുക്കുന്നത്. സോ ഈ പ്രോപ്പർട്ടിയാണ്. സോ ഓർത്ത് വെക്കാൻ, ആ ഡി എഫ് ടിയുടെ ഡെഫിനിഷൻ ഓർത്താൽ കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പോണൻഷ്യൽ ടേം എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാവും. സോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി k മൈനസ് എൽ. ഇവിടെ ഷിഫ്റ്റിംഗ് ഉണ്ടാവുന്നത് ഫ്രീക്വൻസി ഡൊമൈനിലാണ്. k മൈനസ് എൽ ഷിഫ്റ്റിംഗ് ആണ് ഉണ്ടാവുന്നത്. k മൈനസ് എൽ ഷിഫ്റ്റിംഗ് ഉണ്ടാവുന്നു, അത് ഫ്രീക്വൻസി ഡൊമൈനിലാണ്. അപ്പോൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് e⁻j2π/n ln. k ഈസ് റീപ്ലേസ്ഡ് ബൈ എൽ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടൈം ഷിഫ്റ്റിംഗ് ആണ്, n-l ആണ്. അപ്പോൾ എന്നിന് പകരം എല്ല് കൊടുക്കണം, അത് ഫ്രീക്വൻസി ഡൊമൈനിലാണ് നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ ഇതാണ് 6th പ്രോപ്പർട്ടി പറയുന്നത്. ദെൻ 7th പ്രോപ്പർട്ടി എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 DFT ആൻഡ് സർക്കുലർ കൺവല്യൂഷൻ. സോ നമുക്ക് നോക്കാം, ഇതും ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടിയാണ്. സോ നമുക്കറിയാം x1 ഓഫ് എന്നിൻ്റെ DFT എന്ന് പറയുന്നത് x1 ഓഫ് k ആണ്. x2 ഓഫ് എന്നിൻ്റെ DFT എന്ന് പറയുന്നത് x2 ഓഫ് k ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി ഇതാണ് പറയുന്നത്, x1 ഓഫ് k ഇൻറ്റു x2 ഓഫ് k. ആ DFT വാല്യൂസ്, ആ രണ്ട് DFT വാല്യൂസിൻ്റെയും കൂടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു DFT ഓഫ് x1 ഓഫ് n സർക്കുലർ കൺവല്യൂഷൻ x2 ഓഫ് n. സോ പ്രോപ്പർട്ടി ഇതാണ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 DFT is equal to circular convolution of 2 sequences in time domain. So multiplication of 2 DFT value equal to circular convolution of 2 sequences in time domain. So ഇതാണ് നമ്മുടെ സർക്കുലർ കൺവല്യൂഷൻ വാല്യൂ. സോ സർക്കുലർ കൺവല്യൂഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. സോ ഇതാണ് പ്രോപ്പർട്ടി, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 DFT x1 of k into x2 of k is equal to DFT of x1 of n circular convolution x2 of n. സോ ഇതാണ് നമ്മുടെ കൺവല്യൂഷൻ പ്രോപ്പർട്ടി. ദെൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്, നേരത്തെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 DFTs ആണെങ്കിൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 സീക്വൻസസ് വെച്ചിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്, ദാറ്റ് ഈസ് DFT ഓഫ് x1 of n ഇൻറ്റു x2 of n. രണ്ട് സീക്വൻസസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ DFT എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/n നമ്മൾ എൻ പോയിന്റ് DFT ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 1/n x1 of k സർക്കുലർ കൺവല്യൂഷൻ x2 of k. ആ x1 of kയുടെയും x2 of kയുടെയും സർക്കുലർ കൺവല്യൂഷൻ മൾട്ടിപ്ലൈഡ് വിത്ത് 1/n, അതായിരിക്കും നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 സീക്വൻസസ് എന്ന് പറയുന്നത്. സോ ഈ പ്രോപ്പർട്ടിയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ കൺവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് പ്രോപ്പർട്ടീസ് ഇതാണ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 സീക്വൻസസ് ഇൻ ടൈം ഡൊമൈൻ, മറ്റേത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 DFT വാല്യൂസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈനിലുള്ള രണ്ട് വാല്യൂസ് x1 of k ഇൻറ്റു x2 of k എന്ന് പറയുന്നത് DFT ഓഫ് x1 of n സർക്കുലർ കൺവല്യൂഷൻ x2 of n ആണ്. സോ ഈ രണ്ട് പ്രോപ്പർട്ടീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതാണ് സർക്കുലർ കൺവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ്. സോ നെക്സ്റ്റ് നമുക്ക് സർക്കുലർ കൺവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു പ്രോബ്ലം ചെയ്യാം. സോ ഫൈൻഡ് ദ സർക്കുലർ കൺവല്യൂഷൻ ഓഫ് 2 സീക്വൻസസ് x1 of n ആൻഡ് x2 of n. സോ രണ്ട് സീക്വൻസസ് തന്നിട്ടുണ്ട്, x1 of n ഉം x2 of n ഉം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ്. സോ കൺവല്യൂഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ നമ്മളിവിടെ ഇതിൻ്റെ ഔട്ട്പുട്ട് y of n. സോ y of n ഈസ് ഈക്വൽ ടു, നമ്മൾ മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ടാണ് ഞാനത് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ മെട്രിക്സ് മെത്തേഡ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. സോ ഒരു 4x4 മെട്രിക്സ് ആയിരിക്കും ഇവിടെ നമുക്ക് വരയ്ക്കേണ്ടത്. x1 of n ഉം x2 of n ഉം 4 വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്, 1 0 -1 2 ഉം 1 2 3 4 എന്ന് പറയുന്ന വാല്യൂസ് ആണ്. അപ്പോൾ നമുക്ക് ഈ മെട്രിക്സിനകത്ത് ഫസ്റ്റ് കോളം എലമെൻ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് x1 of n x2 of n ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് x1 of n ആണ്. x2 of n വേണമെങ്കിലും എടുക്കാം. സോ x1 of n ഇങ്ങനെ കോളം വൈസ് എഴുതുക, 1 0 -1 2. സോ 1 0 -1 2 ഈ രീതിയിൽ നമ്മൾ x1 of n എഴുതുക.
ദെൻ ഈ ലാസ്റ്റ് എലമെൻറ്റ്, അതായത് 2-നെ ഫസ്റ്റ് എലമെൻ്റ് ആക്കിക്കൊണ്ട് അടുത്ത റോ ഫില്ല് ചെയ്യുക. സോ 2. സോ നമ്മളിതിനെ ഇങ്ങനെ ക്ലോക്ക് വൈസ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. സോ 1 0 -1 2, ഈ 2 ഫസ്റ്റ് എലമെൻ്റ് ആക്കിക്കൊണ്ട് എഴുതുക. ദെൻ 2 കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനൊരു സൈക്ലിക്കായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. 2 കഴിഞ്ഞിട്ട് അടുത്തത് എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ദെൻ 0 -1. സോ നമ്മൾ 1 0 -1 2 അതിന് കോളം വൈസ് എഴുതി. ദെൻ 2-നെ ഫസ്റ്റ് എലമെൻ്റ് ആക്കിക്കൊണ്ട് അടുത്ത കോളം എഴുതി. സോ 2 ഫസ്റ്റ് എലമെൻ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത സീക്വൻസ് ഏതാണ്? 1, ദെൻ 0, ദെൻ -1, 1 0 -1. ദെൻ വീണ്ടും, സോ ഇതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ വീണ്ടും ഈ -1-നെ ഇവിടെ കൊണ്ടുവന്ന് എഴുതുക. സോ അഗെയിൻ -1, ലാസ്റ്റ് വരുന്ന എലിമെൻറ്റ് അതിനെ നമ്മൾ ഇവിടെ അടുത്ത കോളത്തിൻ്റെ ഫസ്റ്റ് എലിമെൻ്റ് ആക്കി എഴുതുക. സോ -1 കഴിഞ്ഞാൽ തൊട്ടടുത്ത എലിമെൻറ്റ് സൈക്ലിക്കായിട്ട് പോകുമ്പോൾ അടുത്ത എലിമെൻറ്റ് എന്ന് പറയുന്നത് 2 ആണ്. സോ 2 നമ്മളിതാണ് എഴുതുന്നത്. സോ -1 കഴിഞ്ഞ് 2 എഴുതുക. 2 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 1 ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നത് 0 ആണ്. ദെൻ ഈ 0-യെ നമ്മൾ വീണ്ടും അടുത്തതിൻ്റെ ഫസ്റ്റ് എലിമെൻ്റ് ആക്കി എഴുതുക. 0. ദെൻ 0 കഴിഞ്ഞാൽ തൊട്ടടുത്ത എലിമെൻറ്റ് -1 ആണ്. -1 കഴിഞ്ഞ അടുത്ത എലിമെൻറ്റ് 2 ആണ്. 2 കഴിഞ്ഞാൽ വീണ്ടും അടുത്ത എലിമെൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. സോ ഈ രീതിയിൽ നമ്മൾ ഈ ഒരു മെട്രിക്സ് ഫില്ല് ചെയ്യുക. ഈ ഒരു 4x4 മെട്രിക്സ് നമ്മൾ ഫില്ല് ചെയ്യണം. സോ അതാണ് ഞാനിവിടെ ചെയ്തത്. സോ നെക്സ്റ്റ് നമ്മുടെ x2 ഓഫ് n-നെ എഴുതുക. അതും നമ്മൾ കോളം വൈസ് അത് എഴുതേണ്ടത്. സോ ദാറ്റ് ഈസ് 1 2 3 4. സോ നമ്മൾ x1 ഓഫ് n, x2 ഓഫ് n രണ്ട് സീക്വൻസ് തന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സീക്വൻസിനെ നമ്മളിങ്ങനെ സൈക്ലിക്കായിട്ട് നമ്മളിങ്ങനെ എഴുതി ഒരു മെട്രിക്സ് കംപ്ലീറ്റ് ചെയ്യുക. അതിനെ അടുത്ത മെട്രിക്സുമായിട്ട് 1 2 3 4 മെട്രിക്സ് ആ എലമെൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ 1 2 3 4 എടുക്കുന്നതെങ്കിൽ 1 2 3 4 വെച്ചിട്ട് എഴുതിയിട്ട് 1 0 -1 2-നെ ഇവിടെ എഴുതുക. എന്നിട്ട് നമ്മൾ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 1 2 3 4 ഇൻറ്റു 1 2 -1 0 ആ എലമെൻറ്റുമായിട്ട് നമ്മൾ ഇതാണ്ട് ഈ ഒരു എലമെൻറ്റിനെ ഇതുമായിട്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1 ഇൻറ്റു 1 പ്ലസ് നെക്സ്റ്റ് എലമെൻറ്റ് 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് 4. Then -1 into 3, that is -3, 0. Then next 0 1 2 -1 ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. that is 0 plus 2 plus 6 minus 4. So next element -1 0 1 2 കൊണ്ട് 1 2 3 4-നെ മൾട്ടിപ്ലൈ ചെയ്യുക. So -1 plus 0 plus 3 plus 8. Then 1 2 3 4-നെ ഈ എലിമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. that is plus 2 -2 0 4. സോ നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. നെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. അടുത്തത് ആഡ് ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. ദെൻ ലാസ്റ്റ് വൺ 4 എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ ആൻസർ. ഈ രീതിയിലാണ് നമ്മൾ സർക്കുലർ കൺവല്യൂഷൻ ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡാണ്, ഈ ഒരു മെട്രിക്സ് മെത്തേഡാണ് എളുപ്പം ചെയ്യാൻ പറ്റുന്നത്. സോ ഈ രീതിയിൽ നമ്മൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് DFTയുടെ ഒരു ആപ്ലിക്കേഷനായിട്ട് പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് സർക്കുലർ കൺവല്യൂഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് DFTയുടെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കുക. ദെൻ നമുക്കിനി അടുത്ത പഠിക്കാനുള്ളത് FFT ആണ്, ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോം. സോ ഫാസ്റ്റ് പേരിനകത്തുണ്ട് ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോം. സോ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോമിലേക്ക് പോകുന്നതെന്നുള്ളത് നോക്കാം. FFT നമുക്ക് DFTക്ക് ഉള്ള ഒരു കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. സോ അതാണ് നമ്മൾ ആ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത്. സോ ഒരു എൻ പോയിന്റ് DFT ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ പോയിന്റ് DFT പെർഫോംസ് n സ്ക്വയർ മൾട്ടിപ്ലിക്കേഷൻസ്, n സ്ക്വയർ കോംപ്ലെക്സ് മൾട്ടിപ്ലിക്കേഷൻസ് ആൻഡ് n ഇൻറ്റു n-1 കോംപ്ലെക്സ് അഡീഷൻസ്. അപ്പം ഇത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു എൻ പോയിന്റ് DFTക്കകത്ത്
പെർഫോം ചെയ്യുന്ന എത്ര മൾട്ടിപ്ലിക്കേഷൻസ് ആണ്, n സ്ക്വയർ മൾട്ടിപ്ലിക്കേഷൻസും n ഇൻറ്റു n-1 കോംപ്ലക്സ് അഡീഷൻസും നടക്കുന്നുണ്ട്. സോ നമ്മളൊരു 8 പോയിന്റ് EFT ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 8 ഇൻറ്റു 8 റേസ് ടു 2 എന്ന് വെച്ചാൽ 64 മൾട്ടിപ്ലിക്കേഷനും 8 ഇൻറ്റു 8-1 ദാറ്റ് ഈസ് 56 അഡീഷൻസും നടക്കുന്നുണ്ട്. അതൊരു കോംപ്ലക്സ് പ്രോസസ്സാണ് N.EFTക്കകത്ത് നടക്കുന്നതെന്ന് പറയുന്നത്. സോ നമുക്കത് കുറച്ചും കൂടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് FFT ഉപയോഗിച്ചിട്ടാണ്. കുറച്ചുകൂടെ ഫാസ്റ്റർ വേയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണ് FFT എന്ന് പറയുന്നത്. സോ FFT ഈസ് യൂസ് ടു കമ്പ്യൂട്ട് DFT ഇൻ എ ഫാസ്റ്റർ വേ. സോ ഇറ്റ് മേക്ക് യൂസ് ഓഫ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 2 പ്രോപ്പർട്ടീസ് ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഒന്ന് ദ സിമെട്രി പ്രോപ്പർട്ടി ആൻഡ് ദ പീരിയോഡിസിറ്റി പ്രോപ്പർട്ടീസ് ഓഫ് ദ ട്വിഡിൽ ഫാക്ടർ ടു എഫക്റ്റീവ്ലി റെഡ്യൂസ് ദ. സോ ഈ 2 പ്രോപ്പർട്ടീസ്, സിമെട്രി പ്രോപ്പർട്ടിയും പീരിയോഡിസിറ്റി പ്രോപ്പർട്ടീസും, ഈ 2 പ്രോപ്പർട്ടീസും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു എഫക്റ്റീവ് വേ ഓഫ് കമ്പ്യൂട്ടേഷൻ നമ്മൾ ചെയ്യുന്നത്. സോ ഈ പോയിന്റുകളും അറിഞ്ഞിരിക്കുക. സോ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് n സ്ക്വയർ മൾട്ടിപ്ലിക്കേഷനും n ഇൻറ്റു n-1 അഡീഷൻസും ആണ്. സോ അതറിയണം. ദെൻ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സിമെട്രി ആൻഡ് പീരിയോഡിസിറ്റി പ്രോപ്പർട്ടീസ്. ദെൻ ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വി ആർ ഡീകമ്പോസിങ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് DFT ഓഫ് എ സീക്വൻസ് ഇൻറ്റു n ഓഫ് ലെങ്ത് L ഇൻറ്റു സ്മോളർ DFTs. സോ എന്നിനെ നമ്മളിങ്ങനെ ഇപ്പോൾ 8 പോയിന്റ് EFT ആണെങ്കിൽ നമ്മളതിനെ 4.2 പോയിന്റ് ഇങ്ങനെ ഒരു റെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കുറേ സ്റ്റേജസ് ആയിട്ടാണ് നമ്മളിവിടെ DFT കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു കമ്പ്യൂട്ടേഷൻ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതിനകത്ത് FFTക്കകത്ത് വരുന്ന അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് പോയിന്റ് എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് n/2 log 2 to the base n ആണ്. n log 2 to the base n അഡീഷൻസും. സോ ഈ 2 വാല്യൂസും അറിഞ്ഞിരിക്കണം. നമ്മൾ DFTക്കകത്ത് പറഞ്ഞതുപോലെ തന്നെ ഇത് FFTക്കകത്ത് വരുമ്പോൾ എത്ര മൾട്ടിപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എത്ര അഡീഷൻസ് എന്നുള്ളതിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് n/2 log 2 to the base n then n log 2 to the base n. ഈ 2 വാല്യൂസും ഒന്ന് n/2 ഒന്ന് n വെച്ചിട്ടാണ്, n അഡീഷൻ log 2 to the base അഡീഷനും ഇത്രയും മൾട്ടിപ്ലിക്കേഷൻസും വെച്ചിട്ടാണ് നമ്മൾ FFT കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ 2 പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് അറിഞ്ഞിരിക്കണം. ദെൻ നമുക്ക് ഈ FFT തന്നെ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഡെസിമേഷൻ ഇൻ ടൈം, ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി. സോ നമുക്ക് DIT എന്നും DIF എന്നും 2 രീതിയിലുണ്ട്, DIT അല്ലെങ്കിൽ DIF. സോ ഈ 2 പ്രോസസ്സാണ് നമ്മൾ ഈ ഒരു FFT ടെക്നിക്കിനകത്ത് നമ്മൾ പഠിക്കുന്നത്, ഡെസിമേഷൻ ഇൻ ടൈം ആൻഡ് ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി. സോ നമ്മളൊരു റാഡിക്സ് 2 അൽഗോരിതം വെച്ചിട്ടാണ് നോർമലി ഇത് ചെയ്യുന്നത്. നമുക്ക് നോർമലി റാഡിക്സ് 6 എന്ന് വേണമെങ്കിൽ പറയാം, റാഡിക്സ് 2, റാഡിക്സ് 4 ഇങ്ങനെയുണ്ട്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് റാഡിക്സ് 2 അൽഗോരിതമാണ്. സോ നമുക്ക് എന്താണെന്ന് നോക്കാം ഡെസിമേഷൻ ഇൻ ടൈം എന്ന് പറയുന്നത്. സോ നമ്മളിത് യൂസ് ചെയ്യുന്നത്, സോ ദിസ് ഈസ് പോസിബിൾ ഇഫ് ദ ലെങ്ത് ഓഫ് ദ സീക്വൻസ് n ഈസ് ചൂസൺ ആസ് n ഈസ് ഈക്വൽ ടു. സോ നമ്മൾ ആ റാഡിക്സ് 2 അൽഗോരിതത്തെ പറ്റിയാണ് ആ പറഞ്ഞിരിക്കുന്നത്. സോ അവിടെ എൻ്റെ കണ്ടീഷൻ n ഈസ് ഈക്വൽ ടു r⁻m. സോ ഇവിടെ r നമ്മൾ 2 ആയിട്ടാണ് നോർമലി കൺസിഡർ ചെയ്യുന്നത്. സോ r2 മീൻസ് 2⁻m. m എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേജസ് ആണ്. നമ്മൾ പറഞ്ഞു അതിനെ നമ്മൾ DFTയെ നമ്മളിങ്ങനെ ഡീകമ്പോസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ആ ഒരു കമ്പ്യൂട്ടേഷൻ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി. സോ നമ്മളൊരു 8 പോയിന്റ് DFT ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എമ്മിൻ്റെ വാല്യൂ 8 പോയിന്റ് DFT എന്ന് പറയുമ്പോൾ 2⁻m. 2⁻m ഈസ് ഈക്വൽ ടു 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ m ഈസ് ഈക്വൽ ടു 3 സ്റ്റേജസ്. അപ്പോൾ റാഡിക്സ് 2 മീൻസ് 2 to the power m, ആ രീതിയിൽ ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. m എന്ന് പറയുന്ന നമ്പർ ഓഫ് സ്റ്റേജസ് ആണ്. സോ m3. അപ്പോൾ നമുക്ക് 3 സ്റ്റേജസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളൊരു ഫാസ്റ്റർ വേ കമ്പ്യൂട്ടേഷൻ നമ്മൾ ചെയ്യുന്ന FFTക്കകത്ത്. സോ ഇവിടെ നോക്കുക, n ഈസ് ഈക്വൽ ടു 2⁻m മീൻസ് the efficient computation is achieved by breaking the n point DFT into 2 n/2 point DFTs, then breaking the n/2 into 2 n/4 point DFTs and then continuing this process. സോ ഈ രീതിയിലാണ് നമ്മൾ എന്നിനെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ DFTs കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ മോഡ് ഓഫ് കാൽക്കുലേഷനെ
ആണ് നമ്മൾ ഈ ഒരു റാഡിക്സ് 2 അൽഗോരിതം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് DFTയെ നമുക്ക് FFTയെ നമുക്ക് DIT ആൻഡ് DIF രീതിയിൽ 2 രീതിയിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യാം. സോ ഒരു 8 പോയിന്റ് DFT കാൽക്കുലേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത് യൂസിങ് റാഡിക്സ് 2 DIT ഡെസിമേഷൻ ഇൻ ടൈം FFT യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു റാഡിക്സ് 2 കാൽക്കുലേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നമ്മുടെ ഇൻപുട്ട് ബിറ്റ്സിനെയാണ് ഈ തന്നിരിക്കുന്നത്. നമ്മുടെ ഇൻപുട്ട് ബിറ്റ്സിനെ എപ്പോഴും, അപ്പോൾ ഇതൊരു 8 പോയിന്റ് DFT എന്ന് പറഞ്ഞു. 8 പോയിന്റ് DFT മീൻസ് N 8 ആണ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു 2⁻³ സ്റ്റേജസ് കാണും. M സ്റ്റേജസ് ഓഫ് 2⁻m എന്ന് പറഞ്ഞാൽ ഇവിടെ 3 സ്റ്റേജസ് ഓഫ്, ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ആൻഡ് തേർഡ് സ്റ്റേജ്. സോ ഇവിടെ കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമ്മുടെ ഇൻപുട്ടിനെ നമ്മൾ ബിറ്റ് റിവേഴ്സൽ ഓർഡറിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ ഇൻപുട്ട് ബിറ്റ് റിവേഴ്സലിലാണ് എഴുതുന്നത്. DIT അൽഗോരിതത്തിനകത്ത് നമ്മൾ ഇൻപുട്ടിനെ ബിറ്റ് റിവേഴ്സലിലും, സോ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. X0 കഴിഞ്ഞിട്ട് X4 ആണ് വന്നിരിക്കുന്നത്. നമ്മൾ അതിന് ബിറ്റ് റിവേഴ്സൽ ഓർഡറിൽ എഴുതി നോക്കിയാൽ മതി, ഇത് വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. സോ X0, X4, X2, X6, 1, 5, 3, 7 ഈ ഒരു ഓർഡറിൽ അല്ലെങ്കിൽ ഇൻപുട്ടിനെ നമ്മൾ ബിറ്റ് റിവേഴ്സ് ചെയ്തിട്ട് ആണ് നമ്മൾ DITക്കകത്ത് എഴുതുന്നത്. നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് പറയുന്നത് നോർമൽ ഓർഡറിലായിരിക്കും. X കിട്ടുന്നത്. ഇൻപുട്ട് ബിറ്റ് റിവേഴ്സലിലായിരിക്കും. ഇതാണ് ഇതിനകത്തുണ്ടാകുന്ന ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ എത്ര കാൽക്കുലേഷൻസ് ഉണ്ടെന്ന് അറിയണം. 3 സ്റ്റേജ് ഓഫ് കാൽക്കുലേഷനാണ് 8 പോയിന്റിനകത്ത്. അതിവിടെ ചെയ്തേക്കുന്നത് ഇങ്ങനെ 2 പോയിന്റ് DFT ആയിട്ട്, ഫസ്റ്റ് സ്റ്റേജിനെ നമ്മൾ 2 പോയിന്റ് DFTs ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ഇവിടെ 2 പോയിന്റ് DFT കാൽക്കുലേഷനാണ് ഫസ്റ്റ് സ്റ്റേജ് നടക്കുന്നത്. ദെൻ ഒരു 4 പോയിന്റ് നമ്മൾ ബട്ടർഫ്ലൈ ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. സോ 2 പോയിന്റ് DFT കാൽക്കുലേഷൻസ് ആണ് ഫസ്റ്റ് സ്റ്റേജ് നടക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേജിൽ 4 പോയിന്റ് DFT കാൽക്കുലേഷൻ ആണ് നടക്കുന്നത്. അതാണ് കമ്പൈൻ 2 പോയിന്റ് DFTs എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു 4 പോയിന്റ് DFT കാൽക്കുലേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ദെൻ ഇവിടെ വീണ്ടും ഇതിന് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു 4 പോയിന്റ് DFT കാൽക്കുലേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. ദെൻ ഈ 4 പോയിന്റും കൂടെ ഒരു 8 പോയിന്റ് DFT കാൽക്കുലേഷൻ ആണ് ഫൈനലി നടക്കുന്നത്. സോ ഇങ്ങനെ സ്റ്റേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് ഇതിനകത്ത് ചെയ്യുന്നത്. സോ നമുക്ക് അവസാനം ഒരു നോർമൽ ഫോമിൽ നമുക്ക് ഇൻപുട്ടിനെ കിട്ടാം. സോ ഇവിടെ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇൻപുട്ട് ബിറ്റ് റിവേഴ്സൽ ഓർഡറിൽ എഴുതണം, എത്ര സ്റ്റേജ് ഓഫ് കാൽക്കുലേഷൻ ഉണ്ടെന്ന് അറിയണം. ദെൻ ഇവിടെ നോക്കുക, നമ്പർ ഓഫ് സ്റ്റേജസ് ഇൻ എ ബട്ടർഫ്ലൈ ഡയഗ്രാം. നമ്പർ ഓഫ് സ്റ്റേജസ് ഇൻ എ ബട്ടർഫ്ലൈ ഡയഗ്രാം എന്ന് പറയുന്നത് log2⁻n ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്പർ ഓഫ് ബട്ടർഫ്ലൈസ് ഇൻ ഈച്ച് സ്റ്റേജ്. ഓരോ സ്റ്റേജിലും ഇത് പഠിച്ചു വെക്കണം. n/2 ബട്ടർഫ്ലൈസ് അല്ലെ. 8.2 DFT ആണെങ്കിൽ 8/2 4 ബട്ടർഫ്ലൈസ് ആയിരിക്കും ഓരോ സ്റ്റേജസിലും ഉള്ളത്. ദെൻ നമ്പർ ഓഫ് കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഈച്ച് ബട്ടർഫ്ലൈ. ഓരോ ബട്ടർഫ്ലൈയിലും എത്ര മൾട്ടിപ്ലിക്കേഷൻ വരുന്നു. ഒരു മൾട്ടിപ്ലിക്കേഷനും 2 അഡീഷനുമാണ്. സോ ടോട്ടൽ നമ്പർ ഓഫ്, നമുക്ക് സ്റ്റേജസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. സോ സ്റ്റേജസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. ദെൻ എത്ര ബട്ടർഫ്ലൈ, ഓരോ ബട്ടർഫ്ലൈയിലും വരുന്ന സ്റ്റേജസ് n/2 ആണ്. ഓരോ ബട്ടർഫ്ലൈയിലും വരുന്ന കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷനും അഡീഷനും അതിൻ്റെ വാല്യൂ പഠിച്ചു വെക്കുക 1ഉം 2 ആണ്. ദെൻ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻസ് ഒരു FFTക്കകത്ത്, അത് DIT ആയാലും DIF ആയാലും സെയിം ആണ്. n/2 log2⁻n മൾട്ടിപ്ലിക്കേഷനും n log2⁻n അഡീഷനും ഇതിനകത്ത് നടക്കും. സോ എത്ര ബട്ടർഫ്ലൈ വാല്യൂസ്, അതുപോലെ തന്നെ എത്ര മൾട്ടിപ്ലിക്കേഷൻ, എത്ര അഡീഷൻ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ നമുക്ക് പഠിക്കാനുള്ളത് DIT FFT അൽഗോരിതമാണ്. DIF FFT അൽഗോരിതം, ദാറ്റ് ഈസ് ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി. സോ ഇത് ഫ്രീക്വൻസിയാണ്, ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് റിഡക്ഷൻ ഓഫ് 8 പോയിന്റ്. നമുക്ക് വേണമെങ്കിൽ നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് പറയാം. നമ്മളെ 8 പോയിന്റിനെ, അപ്പോൾ നമ്മളിവിടെ ഇൻപുട്ട് എഴുതുന്നത് നോർമൽ ഓർഡറിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പം ഇത് റിഡക്ഷൻ ഓഫ് 8 പോയിന്റ് ഇൻറ്റു 4 പോയിന്റ് DFT വെച്ചിട്ട് ചെയ്യുന്ന ഒരെണ്ണമാണ്. സോ ഇവിടെ ഓർത്ത് വെച്ചേക്കുക, DIF നമ്മൾ ചെയ്യുമ്പോൾ ഇൻപുട്ടിനെ നോർമൽ ഓർഡറിലാണ് എഴുതുന്നത്. നോർമൽ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ X0 8 പോയിന്റ് ആണെങ്കിൽ X0, X1, X2 അങ്ങനെ അപ് ടു X7.
സോ ഈ രീതിയിലാണ് നമ്മൾ നോർമൽ ഓർഡറിൽ ചെയ്യുന്നത്. DITക്കകത്താണ് നമ്മൾ ബിറ്റ് റിവേഴ്സൽ വെച്ചിട്ട് ചെയ്യുന്നത്. ഇവിടെ പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ബിറ്റ് റിവേഴ്സൽ ഓർഡറിലായിരിക്കും. ബിറ്റ് റിവേഴ്സൽ ഓർഡറിലായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് കിട്ടുന്നത്. ആ രീതിയിൽ തന്നെ വേണം ഔട്ട്പുട്ട് എഴുതാൻ. സോ ഈ രീതിയിലാണ് ഇവിടെയും DIT ആയാലും DAF ആയാലും നമ്മൾ നമ്മുടെ എൻഡ് പോയിന്റ് DFTയെ നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ട്, ഇവിടെ നമുക്ക് 3 സ്റ്റേജ് ഓഫ് കാൽക്കുലേഷൻ നടക്കുന്നുണ്ട്. സോ അതാണ് DIF FFT അൽഗോരിതം. സോ DITയും DIFും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസും കൂടെ മനസ്സിലാക്കി വെക്കണം, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ദെൻ ഇതൊക്കെയാണ് DIF FFTയുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഇൻപുട്ട് സാമ്പിൾസ് നമുക്കറിയാം, 2m, m is an integer. എത്ര സ്റ്റേജസ് വേണമെന്നുള്ളത് അതിനകത്ത് നമുക്ക് അത് കിട്ടും. ദെൻ അതുപോലെ തന്നെ നമ്പർ ഓഫ് സ്റ്റേജസ് log 2 to the base n ആണ്. ദെൻ ഈച്ച് സ്റ്റേജ് കൺസിസ്റ്റ് ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ n/2 ബട്ടർഫ്ലൈസ് ആണ്, അത് കോമൺ ആണ്. ദെൻ the input and output of each butterfly are separated by 2m minus m, where small m എന്ന് പറയുന്നത്, m നമ്മൾ നേരത്തെ പറഞ്ഞു, where small m represents the stage index. For first stage m is equal to 1. ആ രീതിയിൽ നമ്പർ ഓഫ് കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷനും കോംപ്ലക്സ് അഡീഷനും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. DAFനും DITക്കും സെയിം ആണ്, സെയിം വാല്യൂസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് അടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ഡിഫറൻസ് ആണ്. ഡിഫറൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഇൻപുട്ട് നമ്മൾ എഴുതുന്നത് ബിറ്റ് റിവേഴ്സൽ ഓർഡറിലാണ്. ബിറ്റ് റിവേഴ്സൽ ഓർഡറിലാണ് നമ്മൾ DITയുടെ ഇൻപുട്ടിനെ എഴുതുന്നത്. ദെൻ അതുപോലെ തന്നെ ഔട്ട്പുട്ട് നാച്ചുറൽ ആയിരിക്കും. ദെൻ DAFനകത്താണെങ്കിൽ ഇൻപുട്ട് നാച്ചുറൽ ഓർഡറിലായിരിക്കും നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്, പക്ഷേ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബിറ്റ് റിവേഴ്സൽ ഓർഡറിലായിരിക്കും. സോ ഇതാണ് DITയും DAFും തമ്മിൽ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, the DAF butterfly is slightly different from the DIT. In the DAF, the complex multiplication takes place after the add subtract operation. So DAFനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്, സോ അതിൻ്റെ വാല്യൂസ് സെയിം ആണ്, n/2 log 2 to the base n, ആ രീതിയിൽ തന്നെയാണ് നമുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ പക്ഷേ ഇവിടെ DIFനകത്ത് കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ ടേക്സ് പ്ലേസ് ആഫ്റ്റർ ദ ആഡ് സബ്ട്രാക്ട് ഓപ്പറേഷൻ. ആഡ് സബ്ട്രാക്ട് ഓപ്പറേഷന് ശേഷം ആണ് മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. ദെൻ സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് ബോത്ത് അൽഗോരിതംസ് റിക്വയർസ് n/2 log 2 to the base n operations to compute the. അപ്പം നമുക്ക് അതിനകത്ത് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും അഡീഷൻ്റെയും ആ ഒരു ഇക്വേഷൻ സെയിം ആണ്. മൾട്ടിപ്ലിക്കേഷനും അഡീഷനും നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഇക്വേഷൻ വാല്യൂസ് നമുക്ക് രണ്ടിനകത്തും സെയിം ആണ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസും, മെയിനായിട്ടുള്ള ഡിഫറൻസസും അതുപോലെ തന്നെ സിമിലാരിറ്റീസും. ഡിഫറൻസസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അത് മനസ്സിലാക്കി വെക്കുക. സോ ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് DFT ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. DFTയുടെ കാൽക്കുലേഷൻ, DFT എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മെട്രിക്സ് മെത്തേഡ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്. ദെൻ അതുപോലെ തന്നെ നമ്മൾ FFT പഠിച്ചു, FFT ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം. അതിനകത്ത് തന്നെ DIT ഉണ്ട്, DIF അൽഗോരിതം ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.